ഗൾഫ് നാടുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ ഷെയ്ഖുമാർ തമ്മിലുള്ള ഗാഠമായ സൗഹൃദവും ഐക്യവുമാണ്. പക്ഷേ ആ തിളക്കമുള്ള മുഖപടത്തിന് പിന്നിൽ ഇപ്പോൾ ഒരു വലിയ വടംവലി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരു കാലത്ത് ഗുരുവും ശിഷ്യനും എന്ന് അറിയപ്പെട്ടിരുന്ന സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്ന് ചെങ്കടലിന്റെ ആധിപത്യത്തിന് വേണ്ടി നേർക്കുനേർ കൊമ്പ് കോർക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ബോസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഈ ഒരു പോരാട്ടം വെറും ഒരു ഈഗോ ക്ലാഷ് അല്ല, മറിച്ച് ലോക വ്യാപാര പാതകളെ നിയന്ത്രിക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ്. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും തമ്മിലുള്ള ഈ ബിഗ് ഗെയിം എങ്ങനെയാണ് ഗൾഫിന്റെ ഭാവിയെ ബാധിക്കുന്നത് പരിശോധിക്കാം. സംഗതി തുടങ്ങുന്നത് യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നാണ്. ഹൂതികൾക്കെതിരെ ഒന്നിച്ചു പോരാടിയ ഇവർ ഇന്ന് യമനിൽ രണ്ട് തട്ടിലാണ്. സൗദി അറേബ്യ ഒരു ഏകീകൃത യമനും അതിലൂടെ തങ്ങളുടെ തെക്കൻ അതിർത്തിയുടെ സുരക്ഷയും ആഗ്രഹിക്കുമ്പോൾ UAEയുടെ ശ്രദ്ധ യമന്റെ തെക്കൻ തീരങ്ങളിലായിരുന്നു. അതായത് സൗദിക്ക് വേണ്ടത് തങ്ങളുടെ അതിർത്തി സുരക്ഷിതമായി ഇരിക്കുക എന്നതാണ്. എന്നാൽ UAEയുടെ കണ്ണ് യമനിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിലാണ്. ഏഡൻ ഉൾക്കടലും ചെങ്കടലും ഇവ രണ്ടിലെയും കടൽപാതകൾ കൈക്കലാക്കി ലോക വ്യാപാരത്തിന്റെ ചാലക ശക്തിയാകാനാണ് UAE ശ്രമിക്കുന്നത്. സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ STCയെ പിന്തുണച്ചുകൊണ്ട് യമന്റെ തെക്കൻ മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് സൗദിയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. തങ്ങളുടെ സ്വാധീന മേഖലയിൽ UAE ഇങ്ങനെ വേരുറപ്പിക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സൗദി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അടുത്തിടെ യമനിലെ ചില മേഖലകളിൽ സൗദി നടത്തിയ വ്യോമാക്രമണം പോലും UAEയുടെ നീക്കങ്ങൾക്കെതിരെയുള്ള പരോക്ഷമായ താക്കീതായിരുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. 2025 അവസാനത്തോടെ ഹലർമൌത്ത് പോലുള്ള എണ്ണ സമ്പന്നമായ മേഖലകളിലേക്ക് STC കടന്നു കയറിയത് സൗദിയെ പ്രകോപിപ്പിക്കുകയും അവർ വ്യോമാക്രമണത്തിലൂടെ നേരിട്ട് തിരിച്ചടിക്കുകയും ചെയ്തത് ഈ വടംവലിയുടെ തീവ്രത വെളിപ്പെടുത്തുന്ന ഒന്നാണ്.